വല്യമ്മച്ചി. എന്നതാ മോളെ? എന്താ ഓർത്തോണ്ടിരിക്കുന്നേ? ഓരോന്നോർത്തു പോയി. എന്താ ഇത്ര ഓർക്കാൻ? പഴയ കാര്യങ്ങളൊക്കെ, പണ്ട് നാട്ടീന്ന് കുടിയേറിയ കാര്യമൊക്കെ മോൾക്ക് അറിയോ? നിനക്കത് അറിയണോ? യുദ്ധക്കെടുതികളും ദിവാൻ ഭരണത്തിലെ അനീതിയും സാമ്പത്തിക അസ്ഥിരതയുമെല്ലാം ഒരു ജനപദത്തിന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയപ്പോൾ വളർന്നുവരുന്ന പുത്തൻ തലമുറയ്ക്കായി സുരക്ഷിതമായ ഒരിടം തേടിയാണ് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത്. ഇരുൾ വീണ വഴികളിൽ സ്വപ്നത്തിന്റെ വിത്തുപാക്കാൻ കേട്ടറിഞ്ഞ മലബാറിന്റെ മലയോരങ്ങൾ തേടി അവർ യാത്രയായി. നാട്ടിലെ സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി സ്വന്തം മണ്ണിൽ നിന്നും പിഴുതെറിയപ്പെട്ടവന്റെ വേദനയും മാറാപ്പിലേറ്റി ആശങ്കകളിലേക്കും അരക്ഷിതത്വത്തിലേക്കും നടന്ന അവരുടെ മനസ്സിന് ബലമേകിയത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശേഷിപ്പുകൾ മാത്രമായിരുന്നു. വണ്ടിയും വള്ളവും കയറി ദിവസങ്ങളോളം കാട്ടിലൂടെ നടന്ന് പരസ്പരം സ്വാന്തനമേകി തിരഞ്ഞു നടന്നത് കൃഷിയോഗ്യമായ മണ്ണിനു വേണ്ടിയായിരുന്നു. അങ്ങനെ നിന്റെ വല്യപ്പച്ചനും ഞാനും നിന്റെ പപ്പയും കൂട്ടി മലബാറിലേക്ക് വണ്ടി കയറി. നടന്നു നടന്നു മടുത്തു. ഇനി എത്ര ദൂരം ഉണ്ടോ ആവോ. തോമസ് കുട്ടിയുടെ ഇച്ചാച്ചൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. വറീത് കഴിഞ്ഞ ആഴ്ച പസൂരി പിടിച്ച് മരിച്ചെന്ന് കേട്ടു. അതിന്റെ പെമ്പിളെ മക്കളും ഇനി എന്തു ചെയ്യുവോ ആവോ. നടുവിനടുത്ത് ദേവസ്വംകാരുടെ കുറെ സ്ഥലമുണ്ട്. നമ്മുടെ കുറെ ആൾക്കാരും അവിടെയുണ്ട്. മഴ പെയ്യുന്നാ തോന്നുന്നേ. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. കടുത്ത പരീക്ഷണങ്ങളാണ് ഓരോരുത്തരും നേരിട്ടത്. കേട്ടറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകൾ, മുമ്പേ പോയവരുടെ അകാല മരണം, മാരകമായ പകർച്ചവ്യാധികൾ, പ്രതീക്ഷയാകെ തകർന്നുപോയ നിമിഷങ്ങൾ.
തോൽക്കാൻ തയ്യാറല്ലാത്ത വിശ്വാസത്തിനു മുമ്പിൽ നേരിന്റെ നേർവഴികൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ എത്തിയവർ സംഘം ചേർന്ന് ഉഴവ് വെട്ടിയും കാല ഒരുക്കിയും മണ്ണിളക്കി കൃഷി ഇറക്കാൻ തുടങ്ങി. ആനയും പുലിയുമൊക്കെ പതിയിരുന്ന കാടുകൾക്ക് മരണത്തിന്റെ മണമായിരുന്നു. കപ്പനട്ടും നെല്ല് വിതച്ചുമൊക്കെ സ്വപ്നം കൊയ്യാൻ പരിശ്രമിച്ചെങ്കിലും കാട്ടുമൃഗങ്ങളും പ്രകൃതി ദുരന്തവുമെല്ലാം അവരെ വല്ലാതെ തളർത്തി. മലമ്പനിയും വസൂരിയുമൊക്കെ അനാഥമാക്കിയ എത്രയോ നിറം കെട്ട ജീവിതങ്ങൾ. Mm-hmm.